SP College, as part of Meet the Tycoon, we are privileged to interact with Mr. Jole Jospathikan, a visionary entrepreneur and a driving force behind Prakash Rubber Industry. ഗുഡ് മോർണിംഗ് സാർ. ഈ കമ്പനിയുടെ ഒരു തുടക്കത്തെ പറ്റി പറയാമോ? ഇതെങ്ങനെയാണ് തുടങ്ങിയത്? ഫാദറായിട്ട് തുടങ്ങിയതാണ്. ഇതൊരു കെമിസ്റ്റായിരുന്നു, റബ്ബർ കെമിസ്റ്റായിരുന്നു ഒരു വലിയ മദ്രാസ് ബേസ്ഡ് കമ്പനിയിൽ. അവിടുന്ന് പുള്ളി സ്വന്തമായിട്ടൊരു ഐഡിയ ആയിട്ട് പുള്ളിയുടേതായ രീതിയിൽ തുടങ്ങിയതാണ്. 1974 സ്റ്റാർട്ട് ചെയ്തത്. എന്തൊക്കെയാണ് നിങ്ങൾ ഇതിൻ്റെ റോ മെറ്റീരിയൽസ്? റോ മെറ്റീരിയൽസ് വരുന്നത് മെയിൻ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് റബ്ബറാണ്. റബ്ബറിൽ തന്നെ നാച്ചുറൽ റബ്ബർ, സിന്തറ്റിക് റബ്ബർ, പല വെറൈറ്റി റബ്ബറുകളുണ്ടാവും. പിന്നെ കെമിക്കൽസ് ഉണ്ടാവും, സിങ്ക് ഓക്സൈഡ്, ക്യൂറിങ് ഏജൻറ്റ്സ്, സിങ്ക് ആക്ടിവേറ്റേഴ്സ്, അങ്ങനെ കുറേ കെമിക്കൽസ് ഉണ്ടാവും. ഫില്ലേഴ്സ് ഉണ്ടാവും. ഇതിനെ സ്ട്രെങ്തൻ ചെയ്യാനും അതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവ് ആക്കാനും വേണ്ടിയിട്ടുള്ള കുറേ ഫില്ലേഴ്സ് ഉണ്ടാവും. അതാണ് മെയിനായിട്ടുള്ള റോ മെറ്റീരിയൽസ്. ഇത് റബ്ബർ പ്രോഡക്ട്സ് എക്സ്പോർട്ടിംഗ് ഇല്ലേ? അപ്പോൾ എക്സ്പോർട്ടിംഗ് ഏതൊക്കെ കൺട്രീസിലോട്ട് കാണും? ഞങ്ങൾ കൂടുതലും ലോക്കൽ മാർക്കറ്റാണ് ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ കാര്യമായിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ കാര്യമായിട്ട് എക്സ്പോർട്ട് വന്നിട്ടില്ല. നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ഇവിടെ പ്രൊഡ്യൂസ്? ഞങ്ങൾ ഡീഹസ്കിംഗ് റോളേഴ്സ്, റൈസ് പോളിഷേഴ്സ്, പിന്നെ ഡോർ മാറ്റ്സ്, ടഫ്റ്റഡ് മാറ്റ്സ് ഉണ്ട്, പോളിപ്രോപ്പിലിൻ ബേസ്ഡ് ആയിട്ടുള്ള മാറ്റുകൾ, ഡോർ മാറ്റ്സ് ഒക്കെ ഉണ്ടാകും. ഇതാണ്. ഈ റബ്ബറിന്റെ മാർക്കറ്റ് വാല്യൂ ഇടയ്ക്കിടയ്ക്ക് മാറി നിൽക്കുവാണല്ലോ, അപ്പം അത് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പെട്രോൾ ക്രൂഡിൻ്റെ വില കൂടുന്നതിനനുസരിച്ച്, അല്ല ഫോറിൻ മാർക്കറ്റിലെ ഡിമാൻഡ് അനുസരിച്ച് റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസിലൊരു ഹൈക്ക് ഉണ്ടാവും. അത് നമ്മളെ എഫക്റ്റ് ചെയ്യാറുണ്ട്. മെയിനായിട്ട് റബ്ബർ ഇൻഡസ്ട്രിയിൽ തുടങ്ങിയപ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്തു? തുടങ്ങിയപ്പോഴത്തെ ചലഞ്ചസ് ഓഫ് കോഴ്സ് ഞാൻ അറിയത്തില്ല, എനിക്കറിയത്തില്ല. എനിക്ക് 51 വയസ്സുണ്ട്, എൻ്റെ പ്രായമാണ്. കറൻ്റ്ലി ഉള്ള ചലഞ്ചസ് മെയിനായിട്ടുള്ളത് ലേബർ പ്രോബ്ലമാണ്. പിന്നെ ഡിമാൻഡ് അനുസരിച്ചുള്ള റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി കുറവ്, ഇലക്ട്രിസിറ്റിയുടെ പ്രോബ്ലം, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടിൻ്റെ കുറവ്, ഇതൊക്കെയാണ്. ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെ എൻഷുർ ചെയ്യുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ലാബുണ്ട്, പ്ലസ് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ലാബുണ്ട് ക്വാളിറ്റിയുടെ ചെക്കിങ്ങിന് വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ മെത്തേഡുണ്ട്, മാനുവലായിട്ടുള്ള മെത്തേഡുകളുണ്ട്. കാരണം 50 വർഷത്തോളം എക്സ്പീരിയൻസ് എനിക്ക് ഇതിന് തന്നെയുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറേ ലാബ് സെറ്റപ്പുകളുണ്ട്. ഞങ്ങൾ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് പഠിച്ച കുറച്ച് പാഠങ്ങൾ എന്തൊക്കെയാണ്? പാഠങ്ങൾ എന്ന് പറയുമ്പം പാഠങ്ങൾ ഓഫ്കോഴ്സ് തീർച്ചയായിട്ടും ഒരു വേറെ ഇവിടെ ചെന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻ്റ് ഉണ്ട് ഇവിടെ ചെയ്ത് കഴിയുമ്പോൾ. കാരണം അതുപോലെ ടാസ്ക് ഉണ്ടായിരുന്നു നമുക്ക്. പാഠങ്ങൾ ഉണ്ടല്ലോ, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെയുള്ള പാഠങ്ങളുണ്ട്. പിന്നെ ഗവൺമെൻറ് ഇത്തിരി സപ്പോർട്ടീവ് ആയിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്തിരി ഇമ്പ്രൂവ് ആയാൽ തന്നെയാണ് പോകും. കാരണം എക്സ്പോർട്ടിലൊക്കെ ഞങ്ങളെ ഉണ്ട്, MSME എന്നൊക്കെ പറഞ്ഞ ഏജൻസികളുണ്ട്, എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്നുള്ള ഏജൻസികളുണ്ട്. ഇത്തിരി കൂടെ ഒക്കെ ഒരു സപ്പോർട്ട് തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്തിരി കൂടി ആയാലും. മെഷീൻസ് ഇത് ആദ്യം റബ്ബർ ബ്ലെൻഡ് ചെയ്യാനൊരു മിക്സിംഗ് മില്ലുണ്ട്, ഓപ്പൺ മിക്സിംഗ് മില്ലുണ്ട്. റബ്ബറിനെയും കെമിക്കൽസിനെയും എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നൊരു മില്ലുണ്ട്. അതിന് ടു റോൾ റബ്ബർ മിക്സിംഗ് മില്ലെന്നാണ് പറയുന്നത്. അതുണ്ട്. പിന്നെ പ്രഷർ കൊടുത്ത് ഹൈഡ്രോളിക് പ്രസ് വഴി ഇത്ര പ്രഷർ കൊടുത്ത് ഇത് ചെയ്യുന്ന പ്രസ്സുകളുണ്ട്, ഹൈഡ്രോളിക് പ്രസ്സസ് ഉണ്ട്. അതാണ് മെയിനായിട്ടുള്ള മെഷീനറീസ്. പിന്നെ ബാക്കി ബെയിൽ കട്ടർ, അങ്ങനെ കട്ടിംഗ് മെഷീൻസ്, അങ്ങനെ കുറേ ഐറ്റംസ്. ഈ റബ്ബർ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ റൈസ് പോളിഷറിനും ഡീഹസ്കിംഗ് റോളേഴ്സിനും സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡിസൈനും ഉണ്ട്. പിന്നെ മാറ്റുകൾക്ക് പല വെറൈറ്റി അവർ എക്സ്പോർട്ടേഴ്സ് നമ്മുടെ കുറേ ഡിസൈൻ തരും. അത് പ്രകാരം നമ്മൾ മോൾഡ് ഡെവലപ്പ് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. കസ്റ്റമൈസ്ഡ് അല്ല മാറ്റുകൾക്ക്, മറ്റതിന് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇതുണ്ടാവും. റബ്ബർ ഇൻഡസ്ട്രി ഇപ്പം എന്താണ് അവസ്ഥ? ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ ഇച്ചിരി മോശമാണ്, അറിയാമല്ലോ. ട്രംപിൻ്റെ ഇതൊക്കെ ഞങ്ങളെ അഫക്റ്റ് ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടേഴ്സിനെയും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. സ്കോപ്പ് ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇനിയും സ്കോപ്പ് ഉണ്ട്, പക്ഷേ പുതിയ ജനറേഷൻ ഇതിലേക്ക് വരുന്നില്ല. ആ ഒരു പ്രശ്നം. അപ്പം ഇനിയും അഥവാ ഈ ഇപ്പോൾ ഉള്ള പ്രൊഡക്ട്സ് നിന്ന് കഴിഞ്ഞാൽ അടുത്തൊരു ബൈ പ്രൊഡക്റ്റ് എന്ന് പറയാൻ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ? നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി വേറെ എന്തെങ്കിലും ഇതൂടെ, അതായത് ഈ ഓയിൽ സീൽസ് അങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റ്സ് ഞങ്ങൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മാർക്കറ്റ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കും.
മോൾഡ്സ് ഒത്തിരി ലോങ് മോൾഡ്സ് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ മാനുഫാക്ചർ ചെയ്തെടുക്കാൻ എത്രത്തോളം ടൈം എടുക്കും? ഒരു പ്രൊഡക്ഷൻ മെഷീൻ ആയതുകൊണ്ട് ഒത്തിരി ഡിലേ ആവുമോ അതോ അല്ല, ഇതിന്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു അല്ലെ ഒരു ബാച്ച് ആയിട്ടാണല്ലോ പ്രൊഡ്യൂസ് അതെ ചെയ്യുന്നത്? അതെ, ഒരു ബാച്ച് ഒരു ഇത്ര 70 കിലോൻ്റെ ഒരു ബാച്ചാണ് ആദ്യം നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. മിക്സ് ചെയ്തെടുത്തിട്ട് അത് ഷീറ്റായിട്ട് കട്ട് ചെയ്തിട്ട് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രസ്സിങ്ങിന് 3 മിനിറ്റ് 4 മിനിറ്റ് മതിയാവും. മിക്സിങ്ങിന് ഒരു 20-25 മിനിറ്റ്സ് മിക്സ് ചെയ്യാനായിട്ട് വേണം. റബ്ബറും അതിൻ്റെ മെറ്റീരിയൽസും എല്ലാം കൂടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പുതിയൊരാളൊരു റബ്ബർ ഇൻഡസ്ട്രി തുടങ്ങുവാണെങ്കിൽ എന്ത് അഡ്വൈസ് കൊടുക്കും? പഴയ കൺവെൻഷണൽ മെത്തേഡിൽ പോകാതെ ഏറ്റവും അഡ്വാൻസ്ഡ് ആണ്. ചൈനയൊക്കെ നമ്മളെക്കാളൊക്കെ എനിക്ക് തോന്നുന്നൊരു 50 വർഷം കൂടെ മുമ്പിലാണ് നമ്മുടെ ഈ റബ്ബർ ഇൻഡസ്ട്രി മാത്രം എടുത്താൽ. അപ്പം അത് മുന്നിൽ കണ്ടു വേണം പുതിയൊരാൾ ഈ ഫീൽഡിലേക്ക് വരാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ ഞങ്ങളെ പോലെ കൺവെൻഷണൽ മോഡലിൽ പോകാണ്ട് വരണമെന്ന് തന്നെയാണ്. കാരണം എല്ലാവരും പുറത്ത് പോകാതെ. Sir, thank you for giving us an opportunity to visit this industry and also to know more about our industrial products and the rubber manufacturing process. താങ്ക് യു സർ. നിങ്ങൾക്കും നിങ്ങളുടെ ഭാവിയിൽ വളരെ ഒരു ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.